ഡ്രഗ് റിസൾട്ട് കിട്ടി. അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ കുറേ ആൾക്കാർ ഓപ്പൺ ചാലഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുറത്ത്. ആരാ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയണ്ടല്ലോ. ഓപ്പൺ ചാലഞ്ച് വെച്ചവരൊന്നും ഇപ്പോൾ എവിടെയാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല. റിസൾട്ട് കാണിച്ചത് ഫേക്ക് ആണ് എന്നുള്ളത്. സോ അത് എനിക്കറിയാം, ലാബ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. എടാ ഷമീറേ, കഴിഞ്ഞ ഒരു വീഡിയോ നീ പോയി ടെസ്റ്റ് ചെയ്ത് കാണിച്ചല്ലോ. നീ ആ കാണിക്കേണ്ട ധൈര്യമെങ്കിലും കാണിച്ചല്ലോ. മറ്റവൻ ഒളിവിലാണല്ലോ, അവനോട് പറഞ്ഞതിന് അവനൊരു തെളിവ് പോലും കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ലോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വീഡിയോയുടെ ഏതാനും കുറച്ച് ഭാഗങ്ങൾ നീ നല്ലവനാണെന്ന് ഞാൻ പറഞ്ഞും പോയി. പറഞ്ഞ് 24 മണിക്കൂർ ആവുന്നതിന് മുമ്പേ തന്നെ നിന്റെ ഫ്രോഡ് പരിപാടി കുത്തി കുത്തി പുറത്തോട്ട് വരുവാണല്ലോ ഇവിടെ. കയ്യിലിരിക്കുന്ന ഫ്രോഡ് പരിപാടിയാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഇഷ്യൂവോ, അതായത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് സത്യസന്ധത എന്തോന്ന് കാണിക്കണം. എടാ ഓൾറെഡി നീയൊക്കെ മറ്റേ ആണെന്ന് നാട്ടുകാർ മൊത്തം കണ്ട് അത് നീ വന്ന് സമ്മതിച്ച് അല്ലേ ഈ പരിപാടിയൊക്കെ നടത്തിയെന്നുള്ളത് സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെ നീയൊക്കെ യൂസ് ചെയ്യുമെന്ന് നീയൊക്കെ തന്നെ നിന്റെ വീഡിയോ കൂടെ പറഞ്ഞു. ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എടാ യൂസ് ചെയ്തെന്ന് പറയുന്ന ഒരു സാധനം നിന്നെയൊക്കെ തൊപ്പി പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ തല അങ്ങോട്ട് കയറ്റി വെച്ച് കൈ രണ്ടും ഇങ്ങനെ പിടിക്കി വെച്ച് ഇങ്ങനെ എടുത്ത് വെച്ച് തന്നെയാണോ? അല്ലല്ലോ, സ്വന്തം കൈ ഊതി ഊതി പുക മുകളിലോട്ട് വിട്ടും വട്ടത്തിൽ വിട്ടും ഈരെടുത്തും ഉണ്ടാക്കിയ ഒരു സാധനം തന്നെ അല്ലേ അത്. അടിച്ചിട്ടുണ്ടെന്ന് നീയൊക്കെ പറഞ്ഞു. എന്നാ പിന്നെ ആ ടെസ്റ്റ് റിസൾട്ടിനകത്ത് അടിച്ചതിന്റെ സിംറ്റംസ് ഇതാ ഇതിനകത്തുണ്ട്, ഇനി ഞാൻ അടിക്കത്തില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നതിന് ഒരു അന്തസ്സുണ്ടോ, ഒരു മര്യാദ ഉണ്ടാ? എനിക്ക് മനസ്സിലായെന്നറിയോ, ഇവന്മാരുടെ കയ്യിൽ ഫ്രോഡ് പരിപാടിയും കള്ളത്തരങ്ങളും മാത്രമേ ഉള്ളൂ. ഈ ഒരു സാധനം ഈ ബ്ലഡിനകത്ത് എങ്ങാണ്ട് ഇങ്ങനെ കിടക്കാം, ഇങ്ങനെ കുത്തി കുത്തി നല്ലത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കത്തില്ല. അല്ലെങ്കിൽ ഇമ്മാര് വീണ്ടും മെഴുകിയതിന് ശേഷം എടുത്ത് നമ്മുടെ മുന്നോട്ടിട്ട് കാണിക്കുന്നു വിചാരിക്കുമോ? സത്യമായിട്ടുള്ള കാര്യം എന്തറിയോ, ഇവനൊക്കെ ഈ കാര്യത്തിന്റെ അല്ലെങ്കിൽ ചെയ്യുന്ന വീഡിയോയിലോട് ഒരു അല്പമെങ്കിലും കമ്മിറ്റ്മെന്റോ ഒരു ആത്മാർത്ഥതയോ ഒരു സാധനമല്ലോ ഇവന്മാർക്ക് എല്ലാം ഇത് പ്രഹസനമാണ്. ഈ ലൈവിനകത്ത് നാട്ടുകാരെ ഏതൊക്കെ രീതിയിൽ ഇവന്മാർ ണ്ടോ അതേ തന്നെയാണ് യുവമാർക്ക് ഈ കേസ് ഉണ്ടായപ്പോഴും വീണ്ടും നമുക്കിടയിലായിട്ട് കാണിക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഒരു അല്പം സീരിയസ്നെസ് ഉണ്ട്. ആ ഒരു കാര്യത്തെ സീരിയസ് ആയിട്ട് എടുത്ത്, ഇത്രയും കേസ് വന്ന് സീരിയസ് ആയിട്ട് എടുത്ത് ഈ പ്രശ്നം ഇച്ചിരി സീരിയസ് ഇഷ്യൂ ആണ് എന്ന് മിനിമം കോമൺ സെൻസോടുകൂടി ഇവനൊക്കെ ചിന്തിക്കുമായിരുന്നുണ്ടെങ്കിൽ ഇമ്മാടുത്ത് കാണിക്കുമോ? കാണിച്ചിട്ട് പോരാഞ്ഞിട്ട് സീക്രട്ട് ഏജന്റിനെ പോയി വെല്ലും വിളിച്ചേക്കുന്നു, ഒന്ന് വന്ന് തെളിയിച്ച് കാണിക്കുന്നു. എടാ ചെയ്തത് മണ്ടത്തരമാണ്, ചെയ്തത് സത്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ വെല്ലുവിളിക്കാനായിട്ട് നിൽക്കുന്നത്? മര്യാദയ്ക്ക് അത് ഇട്ടിട്ടൊക്കെ പോയാൽ പോരെ, വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനി സീക്രട്ട് ഏജന്റ് വീഡിയോ വരെ ഓടിപ്പോയി ഇത് കാണാൻ നിങ്ങൾക്ക് വയ്യെങ്കിൽ ഇവിടെ ഇരുന്നോ, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് കാണിച്ചുതരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മൊത്തം കണ്ടതിന് ശേഷം നിങ്ങളുടെ വ്യക്തമായ കമന്റ് രേഖപ്പെടുത്തുക. ഓക്കെ, പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ള മര്യാദയ്ക്ക് ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് കൊടുത്താൽ തൊപ്പി പോയ വഴിക്ക് പുല്ല് പോലും കിളിച്ചിട്ടില്ല. ഇനി ഒട്ട് കിളിക്കൊന്നും തോന്നുന്നില്ല. ഇനി പക്ഷെ വരും കേട്ടാ, കാരണം വരുമ്പം മാസ് റേഞ്ച് ആയിട്ടേ വരത്തുള്ളൂ. അത് വേറൊരു കാര്യം, അത് കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്നു വലിയൊരു ക്രൗഡഡ് പേഴ്സൺ ആയിട്ടായിരിക്കും ജനങ്ങൾക്ക് ഒരു ചാടിയായിരിക്കും വീഴുന്നത്. കാരണം ഈ നാട്ടിൽ പീഡിപ്പിച്ചതിന് വരെ വീണ്ടും സപ്പോർട്ട് കിട്ടുന്ന നാടായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും തിരിച്ച് വന്നോളൂ. ഓക്കെ, ഇച്ചിരി സമയം എടുക്കുന്ന, ചിലപ്പോൾ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരാനായിരിക്കും. മേ ബി ഷമീറിന്റെ ഈ ഒരു നമ്മുടെ മുന്നിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, ഇത് അവന് ഒരു റീ എൻട്രി ആയിരിക്കും കേട്ടോ. സത്യമായിട്ടും റീ എൻട്രി ആയിരിക്കും. തിരിച്ചു വരാൻ പോകുന്ന തൊപ്പിക്കൊരു റീ എൻട്രി കൊടുക്കുന്ന ഒരു സാധനമായത്. അങ്ങനെ സീക്രട്ട് ഏജന്റ് സായി ബ്രോ പോയിട്ട് അവരെ വിളിച്ചു. അതായത് ഈ ലാബ് വലിയ രീതിയിൽ ഇങ്ങനെയൊക്കെ മറച്ചു പിടിച്ച് ഞാൻ കണ്ടു നോക്ക്, ഇങ്ങനെ പിടിക്കേ കണ്ട് പേര് വിവരം ഞാൻ കാണിക്കുന്നില്ല, അങ്ങ് ഞാൻ ഉണ്ടാക്കി കളഞ്ഞാൽ എന്നാ എന്ന് നോക്കിയിട്ട് ഒരു 12 ടെസ്റ്റ് യൂറിൻ വഴി കാണിച്ചായിരുന്നു. ആ 12 ടെസ്റ്റ് ഇവന് നെഗറ്റീവാണ് അതിനകത്ത് കാണിക്കുന്നത്. എന്നാൽ ലാബുകാരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ് ഇവൻ കാണിച്ചതെന്ന് അവന് മനസ്സിലായില്ല. അവരത് നിയമപരമായിട്ട് നേരിടാനും പോയി. അപ്പോൾ ഏതിനകത്താണ് ഇവന് പോസിറ്റീവ് എന്നും എന്താണ് കാര്യമെന്നും എവിടെയാണ് വിളിച്ചതെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോക്കകത്ത് കാണിക്കാം. ആദ്യമേ ഒരു ചെറിയൊരു ഭാഗം ഇവൻ്റെ ആ വീഡിയോ ഉണ്ടല്ലോ, ഇവനെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്, അതൊന്ന് കാണാം. അത് കണ്ടിട്ട് നമുക്ക് ഇവൻ്റെ ബാക്കി ഡീറ്റെയിലോട്ടങ്ങ് വരാം. കൃത്യമായിട്ട് വോയിസും എല്ലാ സാധനവും കാണിക്കാം. ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തെളിയിക്കാൻ ചെയ്യും. അതുപോലെ വന്ന് തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയൊക്കെ പൊളിഞ്ഞ പാളീസായി പോയാലും കുറച്ചെങ്കിലും ഈ പറഞ്ഞ പോലെ ഒന്ന് തെളിയിക്കാൻ നോക്ക്. കാരണം എന്തെങ്കിലും 1% തെളിയിക്കാനുണ്ടെങ്കിൽ വന്ന് തെളിയിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? ഞാൻ കുറേ നാളായി ഞാൻ പറയുന്നത് മറ്റേ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. 1% തെളിയിച്ചു, ആ 1%ത്തിൽ കള്ളത്തരം കാണിച്ചു. അപ്പോൾ 1% ഇനി പറയണ്ട കേട്ടോ. ആംഫെറ്റമൈൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, AMP എന്ന് പറയും. അത് നെഗറ്റീവാണ്, രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബാർബിറ്റുറോസ് BAR എന്ന് പറഞ്ഞൊരു സംഭവം. എനിക്ക് ഇതിൻ്റെ മെഡിക്കൽ ടേമോ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിൽ എഴുതിയത് ഞാൻ അതുപോലെ വായിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് വിവരമുള്ള ആളോടോ ബുദ്ധിയുള്ള ആളോടോ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും.
അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബെൻസോഡിപൈൻ BSD എന്ന് പറഞ്ഞിട്ടുള്ളത് അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെ കൊക്കൈൻ COC അതും രണ്ടും നെഗറ്റീവാണ്. മെത്താംഫെറ്റമിൻ MET രണ്ടും നെഗറ്റീവാണ്. മോർഫിൻ MOR അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെന്താ മെത്താഡോൺ അതും രണ്ടും നെഗറ്റീവാണ്. പെൻസിലിഡൈൻ രണ്ടും നെഗറ്റീവാണ്. പ്രൊപ്പോക്സിപ്പിൻ PPX രണ്ടും നെഗറ്റീവാണ്. ട്രൈസൈക്ലിക്സ് ആൻറ്റി ഡിപ്രസൻസ് TCA അതും രണ്ടും നെഗറ്റീവാണ്. ടെട്രാ ഹൈഡ്രോ കെനോബിനോളോസ് THC ഇതും രണ്ടും നെഗറ്റീവാണ്. ഈ സാധനം അവസാനം പറഞ്ഞിട്ടുള്ള സാധനം അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ ആ ലിസ്റ്റ് ഞാനൊന്ന് വ്യക്തമായിട്ട് കാണിക്കാം. അതിനകത്ത് ഏറ്റവും താഴെ കാണുന്ന ഒരു സാധനം ടെട്രാ ഹൈഡ്രോ ഇതിനകത്ത് ക്ലിയർ അല്ല കേട്ടോ, ഒന്നുകൂടെ നോക്കട്ടെ. ടെട്രാ ഹൈഡ്രോ കനാബിനോൾ THC ഈ ഒരു സാധനം ഇവന്മാർ കൊടുത്തിട്ടുള്ളതിനകത്ത് നെഗറ്റീവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ഇത് കാണുമ്പോഴത്തേന് എല്ലാം നല്ല രീതിയിൽ ഒരു മാച്ചായിട്ട് തന്നെ ഈ ഒരു സാധനം പോകുന്നുണ്ട് അല്ലേ, മാച്ചായിട്ട്. ഈ അവസാനം കൊടുത്തിരിക്കുന്ന സാധനം ഇത് മാറ്റിയതാണെന്നാണ് സീക്രട്ട് ഏജന്റിന്റെ ചാനലിനകത്ത് പുറത്തു വിട്ടിട്ടുള്ളത്. ഈ സാധനം പോസിറ്റീവായിരുന്നു ഇവൻ അടിച്ചത്. ആ പോസിറ്റീവ് നെഗറ്റീവ് ആക്കി നമുക്ക് മുന്നിലേക്ക് ഒരു ഫേക്ക് സാധനം കാണിച്ചു. ഇതിപ്പോൾ എൻ്റെ വാഗോണ്ട് കേൾക്കണ്ട, അവിടെ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവരത് നിയമപരമായിട്ട് നേരിടേണ്ടത് ആരുടെ ഉത്തരവാദിത്വം? ഈ ലിയോ ലാബ് അവരുടെ ഉത്തരവാദിത്വമല്ലേ, അവരത് കൃത്യമായിട്ട് നേരിട്ടിട്ടുണ്ട്. കാണിച്ച സാധനത്തിനകത്ത് തെറ്റുണ്ടായി ഇല്ല എന്നുണ്ടെങ്കിൽ അവരങ്ങനെ നിയമ നടപടിയായിട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ. അവർക്ക് ഇനിയും ഈ ക്ലയൻസ് വരാനുള്ളത് ഇവരുടെ ഇതുപോലുള്ള സാധനങ്ങൾ കണ്ടിട്ടല്ലേ. പ്രത്യേകിച്ച് ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഇവൻ തന്നെ വന്നിട്ട് ഇമാതിരി പരിപാടി കാണിക്കുമ്പോഴത്തേന് അവരുടെ റെപ്യൂട്ടേഷൻ ഇതെങ്ങനെയായിരിക്കും ബാധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവരൊരു നിയമ നടപടിയായിട്ട് നേരിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? ഇതിനകത്തൊരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്നല്ലേ. ഈ അവസാനത്തെ സാധനം ഇവന് പോസിറ്റീവായിരുന്നു. അതായത് ഈ സാധനത്തിന്റെ സാന്നിധ്യമാണ് ഈ ഒരു സാധനത്തിനകത്ത്, ഈ ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം അതിനകത്ത് അളിയന് കിട്ടിയത് പോസിറ്റീവാണ്. അവിടെ അത് നെഗറ്റീവ് ആക്കിയിട്ട് നമ്മുടെ മുന്നിലേക്ക് വീണ്ടും വന്ന് നല്ല പിള്ള ചമയാനായിട്ട് നിൽക്കുന്നു. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അത് ആവശ്യം എന്തുവാ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ആ ലാബുകാരുമായിട്ട് സീക്രട്ട് ഏജന്റ് സായിബ്രോ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം. ഹലോ ഹായ്, എൻ്റെ പേര് സായി കൃഷ്ണൻ എന്നാണേ. ഓക്കെ, ഞാൻ ലിയോ ലാബ്സിന്റെ ഒരു കണ്ണൂർ, നിങ്ങളുടെ അതന്നെയല്ലേ നിങ്ങളുടെ സ്ഥാപനം? ഓക്കെ, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ ഷെമീർ ഇല്ലേ, ഷെമീറിന്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടിന് ഇത് കണ്ടിട്ടേ ഐ ഗോട്ട് ആൻ ഇൻഫർമേഷൻ ലൈക്ക് അത് ഭയങ്കര ക്രെഡിബിൾ ആയ സ്ഥലത്താണ് കിട്ടിയേ. അവൻ ആ റിസൾട്ട് കാണിച്ചത് ഫേക്ക് ആണ് എന്നുള്ളത്. സോ അത് എനിക്കറിയാം, ലാബ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഐ നോ, ബിക്കോസ് ഞാൻ കണ്ണൂർ അന്വേഷിച്ചു, നിങ്ങൾ ഭയങ്കര റെപ്യൂട്ടഡ് ആണ്. പക്ഷെ നിങ്ങളെ കൂടി പറ്റിക്കുന്ന രീതിയിൽ അവൻ അത് ചെയ്യുമ്പോ അല്ല, അത് മറ്റേ നമ്മൾ ഇന്നലെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമ്മളത് അപ്രോപ്രിയേറ്റ്ലി ഡെസ്കിൽ വിട്ടിട്ടുണ്ട്. അതൊരു ലീഗലി ചെയ്തോളൂ നിങ്ങൾ. ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അങ്ങനത്തെ നീക്കം ഉണ്ടോന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മളത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ അയച്ചിട്ടുണ്ട്. അത് പിന്നെ അവര് അങ്ങനെ അവര് ചെയ്തോളൂ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കൊടുത്തത് അവൻ കൊണ്ടുപോയി തിരുത്തിയിട്ടല്ലേ ഇട്ടെ? എനിക്ക് അതിനെ കുറിച്ചിട്ട് ഇപ്പൊ ഞാൻ കമന്റ് ചെയ്യാൻ വേണ്ടി അശക്തനാണ്, മനസ്സിലായി. അതിന് അശക്തനാണ് സംസാരിക്കാൻ. എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ പറയുക, നമുക്കിത് കേസായോന്ന് മാത്രം അറിഞ്ഞാൽ മതി, അല്ലാതെ നിങ്ങൾ ഇതിൽ ഒരു കോളും പറയണ്ട. അത് തീർച്ചയായിട്ടും നമ്മള് തെറ്റായ പ്രവൃത്തി മറ്റേ സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ, ഏതൊക്കെ രീതിയിലാണ് ഇവന്മാര് മാനിപ്പുലേറ്റ് ചെയ്ത് വീണ്ടും പഴയ രീതിയിലായിട്ട് ആവാനായിട്ട് ശ്രമിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ നല്ല പിള്ള ആവാനായിട്ട് ശ്രമിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഓൾറെഡി തേഞ്ഞു മാഞ്ഞ് ഊമ്പി തെറ്റിയിരിക്കുക നിന്റെയൊക്കെ കഥകള്. വീണ്ടും അതിന്റെ പുറത്തുകൂടെ ഒരു മാനിപ്പുലേഷൻ നടത്തി കള്ളത്തരങ്ങൾ കാണിക്കുമ്പോഴത്തേക്കിന് നിങ്ങൾ ഈ ജനങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കുന്ന ലൈവിലും വീഡിയോസും എന്തോ ജെനുവിനിറ്റി ഉണ്ട്. ചിലപ്പോൾ നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എത്രയോ ആൾക്കാർ കാണും. ഇവന്മാരിപ്പോൾ എന്തുമായിരിക്കും ഊമ്പി തെറ്റിയിരിക്കുന്ന അവസ്ഥയായിരിക്കത്തില്ല ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. എടാ, ഒന്നെങ്കിൽ എല്ലാം പിടിക്കപ്പെട്ടെങ്കിൽ പിടിക്കപ്പെട്ടെന്ന് തന്നെ പറയണം. അപ്പം നിങ്ങളൊരു മാനിപ്പുലേഷൻ ഇതിനകത്ത് നടത്തിയിട്ടില്ല, ഷെമീർ ഇതിനകത്ത് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ലാബുകാർ അതൊരു നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യമില്ല, ആവശ്യമില്ല. ഒന്നെങ്കിൽ എന്ത് വേണമെന്നറിയോ, ഷെമീർ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് പ്രോപ്പർ അവൻ്റെ ആ കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ, അവൻ്റെ പേരിലുള്ള റിസൾട്ട് അവന് സ്കെച്ച് വെച്ചാൽ കാണിക്കാൻ പാടില്ലാത്ത ചിലപ്പോൾ QR അഡ്രസ്സോ മൊബൈൽ നമ്പറോ കാണുമല്ലോ, ഈ സാധനം മാറ്റണം.
അത്രയും മായിച്ചിട്ട് ഒരു കോപ്പിക്കത്ത് ചെയ്താൽ മതി. മായിച്ചിട്ട് ആ ഒറിജിനൽ സാധനം, ആ നല്ല സാധനം, അടിപൊളിയായിട്ട് ചെയ്ത സാധനം ഉണ്ടല്ലോ, ആ നല്ല സാധനം കൊണ്ട് കാണിക്കണം. കാരണം എന്താണെന്നറിയോ, നീയും മറ്റേ ലവനും കൂടെ ഒരു കട്ടിലിൽ കിടന്നുകൊണ്ട് വിടുപമ്പയിലോട്ടെന്നും പറഞ്ഞുകൊണ്ടൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. ആ സാധനം വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഏറ്റുപറച്ചിലൊക്കെ ആയിട്ട് വന്ന് കൈ കൂമ്പിത്തിറ്റി ഇരുന്ന് നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് നിനക്കൊക്കെ ഇതുപോലൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഒന്ന് വന്നിരുന്നൊന്ന് നിങ്ങളുടെ ജനുവിറ്റി എന്തൊന്ന് കാണിച്ചു കൂടിയിടാ. എന്തായാലും നീയൊക്കെ ഇപ്പം ഈ കാണിച്ച കള്ളത്തരം ലവനുണ്ടല്ലോ, ആര്, നിങ്ങളുടെ തലതൊട്ടപ്പൻ തൊപ്പിക്ക് ഒരു റീ എൻട്രിക്ക് ഒരു ചവിട്ടുപടി വെച്ചു കൊടുത്തു. കാരണം ഇതുപോലെ ഒരു കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ ആദ്യം ചവിട്ടി അടുത്തൊരു കയറി വരാമല്ലോ. അപ്പോൾ കുറച്ചധികം നല്ല കാര്യം അവൻ്റെ അടുത്തോട്ടില്ലോ. അവൻ ചിലപ്പോൾ ഇതുവരെ വരാതിരുന്നെന്ന് പറയും. ചിലപ്പോൾ ഇതുപോലെ കള്ളത്തരങ്ങൾ കാണിച്ച് ഇനിയും പിടിക്കപ്പെടാനായിട്ട് വയ്യ, അതുകൊണ്ട് സത്യസന്ധതയായിട്ട് തന്നെ വരാമെന്നും പറഞ്ഞ് ഒന്ന് ബാക്കോട്ട് വലിഞ്ഞിട്ട് പുഷ് ചെയ്യാനങ്ങോട്ട് നിൽക്കുക. അപ്പോഴായിരുന്നു അളിയൻ്റെ പുഷ് ചെയ്യാനായിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നത്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ശരി എന്നാൽ.